ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിന്റെ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയാണ്. രണ്ടാം ദിവസത്തെ തെരച്ചിലിലും നവജാത ശിശുവിന്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്താനാകാത്തതോടെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. പ്രതി നിതീഷിന്റെ വീടിന് സമീപത്തെ തൊഴുത്തിൽ 2 ദിവസം പരിശോധിച്ചെങ്കിലും ഒരു തുമ്പ് പോലും ലഭിച്ചില്ല. നിതീഷ് മൊഴി മാറ്റിയതും പോലീസിനെ വലയ്ക്കുന്നുണ്ട്. വിജയന്റെ മരണത്തിൽ ചോദ്യം ചെയ്യലിന് ശേഷം മറ്റ് 2 പ്രതികളായ മകൻ വിഷ്ണുവിന്റെയും ഭാര്യ സുമയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തും. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ടതുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതി നിതീഷിന്റെ മൊഴിമാറ്റം പോലീസിനെ കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ മൊഴി അനുസരിച്ച് ശിശുവിന്റെ മൃതദേഹം അവിടെ നിന്നും കൊല്ലപ്പെട്ട വിജയൻ പുറത്തെടുത്ത് കത്തിച്ചു കളഞ്ഞു. അതിനുശേഷം ഇടുക്കി ജലാശയത്തിൽ നിമജ്ജനം ചെയ്തുവെന്നാണ് 3ാമത്തെ മൊഴി അനുസരിച്ച് നിതീഷ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ചിട്ടാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കം. ഇടയ്ക്കിടെ നിതീഷ് മൊഴി മാറ്റി പറയുന്നതിനാൽ പോലീസ് പൂർണ്ണമായും നിതീഷിനെ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള തത്രപ്പാടിലാണ് പോലീസ് ഇപ്പോൾ. നവജാത ശിശുവിന്റെ മൃതദേഹം കുഴിച്ചിട്ടത് എവിടെയെന്നറിയാൻ ഇക്കാര്യം കൂടുതൽ സ്ഥിരീകരിക്കാൻ വിജയന്റെ മകൻ വിഷ്ണു ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഭാര്യ സുമ, മകൾ എന്നിവരെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതേസമയം സുമയും മകളും വർഷങ്ങളായി കരുതൽ തടങ്കലിൽ എന്നപോലെ ജീവിച്ചതിനാൽ പുറം ലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഇത്രകാലം ജീവിച്ചതിനാൽ അവരുടെ മാനസികാരോഗ്യം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ട കൌൺസിലിംഗ് അവർക്ക് നൽകാനായി പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനുശേഷമായിരിക്കും സുമയെയും മകളെയും കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയരാക്കുക. അതേസമയം മോഷണക്കേസിൽ പ്രതിയായി റിമാൻഡിൽ കഴിയുന്ന വിഷ്ണു ഇപ്പോൾ കാലൊടിഞ്ഞ് ചികിത്സയിലുമാണ്. വിഷ്ണുവിന്റെ ചികിത്സയ്ക്ക് ശേഷം മാത്രമേ വിഷ്ണുവിനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ ചോദ്യം ചെയ്യൽ കൂടി കഴിഞ്ഞാൽ കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ന്യൂസ് 18 കൊച്ചി.